ഈസ്റ്റർ അഥവാ കർത്താവിൻ്റെ ഉത്ഥാനം ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. കൊറിന്ത്യർക്കുള്ള ലേഖനം 15-ാം അധ്യായത്തിൽ പൗലോസ് അപ്പസ്തോലൻ ഇക്കാര്യം ശക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. കർത്താവ് ഉത്ഥാനം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാകുമായിരുന്നു, നിങ്ങളുടെ വിശ്വാസം നിഷ്ഫലമാകുമായിരുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. യേശു മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റുവെന്നാണ് ബൈബിളിലെ വിവരണം. അത് വിശ്വസിക്കാൻ സാധാരണക്കാർക്ക് സാധിച്ചിരുന്നില്ല. എന്തിന്, അപ്പസ്തോലന്മാർക്ക് പോലും കർത്താവ് ഉത്ഥാനം ചെയ്തു എന്ന് എളുപ്പത്തിൽ വിശ്വസിക്കാൻ സാധിച്ചില്ല. കാരണം ഉയർപ്പ് മനുഷ്യചരിത്രത്തിൽ ആദ്യത്തെ സംഭവമായിരുന്നു. മനുഷ്യന് തെളിവുകൾ അന്വേഷിക്കുന്നവരാണ്. കർത്താവ് ഉത്ഥാനം ചെയ്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കല്ലറ പോയി കണ്ട അപ്പസ്തോലന്മാരുടെ സാക്ഷ്യമല്ല, ശൂന്യമായ കല്ലറയല്ല, അവിടെ പ്രത്യക്ഷപ്പെട്ട ശീലകളല്ല. അതിനേക്കാളെല്ലാം വലിയ സാക്ഷ്യമായിട്ട് ഇന്ന് ലോകം കാണുന്നത് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികളാണ്. ഉത്ഥാനം ചെയ്ത സജീവനായ ദൈവത്തിൻ്റെ സാക്ഷികളാണ് ക്രൈസ്തവ വിശ്വാസികൾ. ക്രിസ്തു ഉത്ഥാനം ചെയ്തു എന്നുള്ളതിന് ക്രൈസ്തവരെക്കാൾ വലിയ ഒരു സാക്ഷ്യപത്രമില്ല. കർത്താവിൻ്റെ ഉത്ഥാനം മനുഷ്യനെ കാലാകാലങ്ങളായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. ഈ ജീവിതത്തിൻ്റെ അർത്ഥമെന്താണ്? സഹനങ്ങൾക്കെന്തെങ്കിലും മൂല്യമുണ്ടോ? മരണം കൊണ്ടെല്ലാം അവസാനിക്കുകയാണോ? മരണാനന്തര ജീവിതമുണ്ടോ? ജീവിതകാലത്ത് നല്ലവരായി ജീവിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈശോയുടെ ഉത്ഥാനം. അതായത് മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല മനുഷ്യജീവിതം. മരണാനന്തര ജീവിതമുണ്ട്. അത് ഉയർപ്പിൻ്റെ ജീവിതാവസ്ഥയാണ്. അത് ദൈവത്തോട് കൂടെയുള്ള ജീവിതമാണ്. യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് വിശ്വാസികൾക്ക് പ്രത്യാശയുടെ സന്ദേശമാണ്. തങ്ങളുടെ ഉയർപ്പിൻ്റെ അച്ചാരമായിട്ടാണ് യേശുവിൻ്റെ ഉത്ഥാനത്തെ വിശ്വാസികൾ കാണുന്നത്. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേലുള്ള യേശുവിൻ്റെ വിജയമാണ് ഉത്ഥാനത്തിലൂടെ പ്രഘോഷിക്കപ്പെടുന്നത്. ക്രിസ്തുവിൽ മരിച്ച് ക്രിസ്തുവിനോടുകൂടി ഉത്ഥിതരാകുന്നതിനാണ് വിശ്വാസികൾ ശ്രമിക്കുക. ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും നമുക്കെല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ.